ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഓൾറെഡി. അത് കാണാനാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനായിട്ട് എത്തിയത്. അത് തന്നെ ഞാൻ ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. ഫേഷ്യൽ റേസറാണ്. ഐബ്രോസിനും അപ്പർ ലിപ്സിനും വേണ്ടിയുള്ള റേസറാണ് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ നമുക്ക് ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്കറിയാമല്ലേ, നമ്മുടെ ഗേൾസിൻ്റെ ഒരു പ്രശ്നമാണ് ഐബ്രോസ് ഒരുപാട് കിഴിച്ച് കഴിഞ്ഞാൽ, അതേപോലെ അപ്പർ ലിപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള നല്ല അടിപൊളി ലുക്കൊക്കെ മാറിയിട്ട് ഒരുമാതിരി ചപ്പ് ചവറാവൂല്ലേ. അപ്പം എനിക്കും ഇന്നലെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നി. എൻ്റെ മുഖത്ത് ഒത്തിരി എന്താ പറയുന്നത് ഐബ്രോസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാതിരിക്കും, ഒരുപാട് വളർന്നു. അതേപോലെ അപ്പർ ലിപ്സ് പുറത്ത് പോയിട്ടൊന്നും ഒരു രക്ഷയില്ല, അറിയാമല്ലോ ഇപ്പോഴത്തെ ലോക്ക്ഡൗണിൻ്റെ കണ്ടീഷൻ. അപ്പം ഞാൻ ബ്ലേഡ് എടുത്തിട്ട് ചെയ്യാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ തെറ്റിപ്പോവാണ്. മാത്രമല്ല മുറിയാനൊക്കെ ഭയങ്കര ചാൻസ്, എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറേ തവണ ഇങ്ങനെ ആലോചിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധി തെളിഞ്ഞു. ഒരു തന്നെത്താനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് റേസർ ഒന്ന് തന്നെത്താനെ വീട്ടിലൊന്നൊന്ന് ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ സാധനം നല്ല പൊളിയായിട്ട് നല്ല സെറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചാൽ എന്താ പൊളിയായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് പുറത്തൊന്നും പോകാനൊക്കത്തില്ല, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട്. എല്ലാ ഗേൾസിൻ്റെ പ്രശ്നമല്ല, ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ കൂടി ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റേസർ. ഇതാണ് ഞാൻ DIY ചെയ്ത എൻ്റെ റേസർ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് എൻ്റെ ഒരു പഴയ ബ്രഷ് ഉണ്ടായിരുന്നു കോൾഗേറ്റിൻ്റെ, അതെടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു 2 രൂപയുടെ നമ്മുടെ അല്ലാതെ സാഷി പാക്കറ്റ് കിട്ടുന്ന ബ്ലേഡില്ലേ, അതെടുത്തു. പിന്നെന്താ എടുത്തത്, പിന്നെ ഇത് നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇല്ലേ, നല്ല പശയുള്ള പെട്ടെന്ന് ഒട്ടുന്ന സാധനം. ഇതേ മൂന്ന് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ പുറത്ത് പോയി ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 30 റുപ്പീസ് എല്ലാം കൊടുക്കണം. ഈ ഫോർഹെഡ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വാങ്ങും, ഒരു 50 റുപ്പീസ് എല്ലാം കൊടുക്കണം. അപ്പർ ലിപ്സും കൂടെ ഒക്കെ ചേർത്ത് എടുത്ത് കൊടുത്താൽ ഇതിന് ആകെപ്പാട് നിങ്ങൾക്ക് വേണ്ടത് ഒരു മാക്സിമം ഒരു 8-10 രൂപയായിരിക്കും ആകെപ്പാട് നിങ്ങൾക്ക് വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപയുടെ ഒരു പശ വേണം സൂപ്പർ ഗ്ലൂയുടെ. പിന്നെ 2 രൂപ അല്ലെ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ബ്ലേഡ് കിട്ടും. അത് മാത്രമാണ് വേണ്ടത്. ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ആദ്യം ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തു. പിന്നെ നന്നായിട്ട് എൻ്റെ ബ്രഷിൻ്റെ നല്ല ചകിരി പോലത്തെ സംഭവമില്ലേ, അത് നന്നായിട്ട് നമ്മുടെ ഒരു ബ്ലേഡ് എടുത്തിട്ട് നന്നായിട്ട് കണ്ടിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ എടുത്തത് ബ്ലേഡാണ്. ബ്ലേഡ് ഞാനത് ഹാഫായിട്ട് ഒടിച്ചിട്ട് അത് ഇവിടെ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇല്ലേ, സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതാണ് ഇങ്ങനെ. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു മുറിയാതൊന്നും ഇരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നമ്മുടെ സെല്ലോ ടോപ്പ് പോലത്തെ സാധനമില്ല, അത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ ഒട്ടിക്കണ്ട. എനിക്ക് കുറച്ച് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ മുറിയത്തില്ലല്ലോ. ആകെപ്പാട് നമുക്ക് വരുന്നത് ഈ ബ്ലേഡിൻ്റെ കുറച്ച് തുഞ്ചമില്ല, ഈ അറ്റം മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇങ്ങനെയാണെങ്കിൽ. അത് ഇങ്ങനെ പേടിക്കണം, കാരണം ബ്ലേഡിന് നല്ല നീളമില്ലേ. നീളമുള്ള സമയത്ത് ഇവിടെയൊക്കെ ബാക്കി അതിൻ്റെ മോനയൊക്കെ ഇങ്ങനെ വരുമ്പോൾ കയ്യിലും കണ്ണിലൊക്കെ കൊണ്ടല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു നന്നായിട്ട് സെറ്റപ്പ് ചെയ്തത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് ബ്ലേഡ് കുറച്ച് പേടിയാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കുന്നൊക്കെ കൊള്ളാം, നിങ്ങൾ ബ്ലേഡ് ഒടിക്കാൻ നേരത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ സൂപ്പർ ഗ്ലൂ പെട്ടെന്ന് കൈ ബ്ലേഡിലൊക്കെ ഒട്ടാൻ, നമ്മുടെ കൈയൊക്കെ ഒട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനത് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഒട്ടിയിട്ടുണ്ട്. നിങ്ങളത് സൂക്ഷിച്ചെടുക്കുക, വളരെ സേഫായിട്ട് സൂക്ഷിച്ചത് എടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഫൈനലായിട്ട് അത് ചെയ്തത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബ്ലേഡിൻ്റെ ഈ അറ്റമില്ലേ, ഈ അറ്റം താഴെ വരണം. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ മേലെ വന്നു. പിന്നെ ഞാൻ തിരിച്ച് അത് ഒട്ടിച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ വരരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ അറ്റം കാണുന്നില്ലേ, ഈ അറ്റം മേലെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതുകൊണ്ട് ഈ അറ്റം, ഈ ബ്ലേഡിൻ്റെ തുഞ്ചം കണ്ടില്ലേ, ഈ അറ്റം കണ്ടില്ലേ, ഇത് എപ്പോഴും താഴെ വരണം. താഴെ വന്നാലേ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, ഒട്ടും കാശ് ചിലവില്ല. നിങ്ങൾക്ക് ചെയ്തുകൂടെ, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇവിടെ കാണാമായിരിക്കും എൻ്റെ ഐബ്രോസൊക്കെ കിളിച്ചിട്ട് നല്ല പരിവായിട്ടുണ്ട്, കണ്ടില്ലേ, വളരെയധികം കിളിച്ചിട്ടുണ്ട്. മേലെയുണ്ട്, നടുക്കുമുണ്ട്, പിന്നെ
കുറച്ച് അപ്പർ ലിപ്സിലും കുളിച്ചിട്ടുണ്ട്. അപ്പം ഇതും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഹെയർസൊക്കെ വരുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പൗഡർ കൊണ്ട് ഇടുവാണ്, കാരണം ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട്. I've touched your soul, and then I knew you'd run away with me. I'm in your thoughts, and all you want is to lay down with me. I will be the one, I will be the one, I will be the one. I will be the one, I will be the one, I will be the one for you. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം കണ്ടാൽ മനസ്സിലാവും തോന്നുന്നല്ലേ. അത്യാവശ്യം നൈസായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്തു. അതേപോലെ കുറച്ച് അപ്പർ ലിപ്സും ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു. പിന്നെ നിങ്ങൾ ഇതൊന്ന് എടുത്ത് കഴിയുമ്പം ലൈറ്റായിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് റോസ് വാട്ടറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ആലോവേറയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ റോസ് വാട്ടർ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തു, കാരണം നമ്മളവിടെ ലൈറ്റായിട്ട് ഷേവ് ചെയ്തതല്ലേ, അതുകൊണ്ട്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും, അതായത് പിമ്പിൾസ് ഒന്നും വരത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നില്ലേ. പിന്നെ നിങ്ങൾക്ക് വേറൊരു പേടി വേണ്ട കേട്ടോ, കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൺകുട്ടികളെ പോലെ ഒരുപാട് താടി മീശയൊക്കെ വരുമെന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ ചിലവർക്ക്, ഇപ്പം എനിക്കൊക്കെ ഇന്നെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ ചിലവർക്ക് ഒരു 2 ആഴ്ചയായിരിക്കും, 3 ആഴ്ചയായിരിക്കും. നിങ്ങളുടെ ഗ്രോത്തിനനുസരിച്ചുള്ള ഇത് ഹെയർ നിങ്ങൾക്ക് വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൺകുട്ടികളെ പോലെ താടി മീശയും ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് സേഫായിട്ട് നല്ല നല്ല വൃത്തിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ് ഈ റേസർ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എന്തായാലും പുറത്തോട്ടൊന്നും പോയി നമുക്ക് ഐബ്രോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത സമയമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെയും ബൈ.